ഹലോ ഗൈസ്, ഈ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ എന്തായാലും കണ്ണൂർ വന്നു. അപ്പോൾ പിന്നെ കണ്ണൂരിലെ മുഴുവൻ സ്ഥലങ്ങളും വീഡിയോ എടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. കണ്ണൂരിലെ എല്ലാ സ്ഥലങ്ങളും കറങ്ങുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പരമാവധി അവിടുത്തെ കാഴ്ചകൾ കാണുക, യാത്രകൾ ചെയ്യുക. അത് ഞാൻ ഈ കുറച്ച് കാലമായിട്ട് ഞാനത് തുടർന്ന് വരുന്നൊരു സംഗതിയാണ്, ഒരു സംഭവമാണ്. ഇതാണ് സെൻറ്റ് ആഞ്ചലസ് കോട്ടയുടെ അകം. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കിടക്കുമ്പോൾ അതിൻ്റെ മുൻഭാഗമാണിത്. അവിടെ നമ്മൾ ടിക്കറ്റ് പരിശോധിക്കാനൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് പോയി. അകത്തോട്ട് കയറിയ ഉടനെ ഈ കാണുന്ന ഇരിപ്പിടങ്ങൾ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. ആരും ഇരിക്കുന്നൊന്നുമില്ല, അതെല്ലാം ചെയറെല്ലാം ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു പുരാവസ്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണത്. ഇതൊക്കെ ആ കോട്ടയുടെ പുറകു വശങ്ങളാണ് കേട്ടോ. നമ്മളെ കോട്ടയുടെ പുറത്തു നിന്നെടുത്തുള്ള നല്ലൊരു വ്യൂ ആണിത്. അന്ന് ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഈ കോട്ടയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3-4 പേരും കൂടി അങ്ങോട്ട് പോയി. സംഭവം അടിപൊളി കേട്ടോ. പക്ഷെ ചെറിയ കോട്ടയാണ്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണ്ട് ബ്രിട്ടീഷുകാരോ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ പണിതാണ്. അതാരാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ കോട്ടയ്ക്ക് ചുറ്റും കടലാണ്. അപ്പോൾ കടലിൽ നിന്ന് പണ്ട് ആക്രമണങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ കോട്ട അവിടെ പണിതതും അതിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ഈ പീരങ്കിയൊക്കെ കണ്ടില്ലേ. അപ്പോൾ പണ്ടത്തെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ ആ കോട്ടയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പ്രണയിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വൈബാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ കോട്ടയൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ 2 മടങ്ങ് വലുതാണ് പാലക്കാട് കോട്ട, കാസർഗോഡ് ബേക്കൽ കോട്ട എല്ലാം. പിന്നെ കണ്ണൂർ തന്നെ മറ്റൊരു കോട്ടയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പോയിട്ടില്ല. സംഭവം വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതിന് ഈ കോട്ടയുടെ മേലെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. കൂടുതലും ഇംഗ്ലീഷുകാരാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഞാൻ പോയപ്പോൾ കണ്ടത്. ഇതെല്ലാം ആ കോട്ടയുടെ മേൽഭാഗങ്ങളാണ് കേട്ടോ. ചെറിയൊരു കോട്ടയാണ്. കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ കാണാനില്ല എന്ന് പറയാം, എന്നാൽ ഉണ്ടെന്നും പറയാം. നമ്മളവിടുത്തെ ഓട്ടോച്ചട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സെൻറ്റ് ആഞ്ചലസ് കോട്ടയിലൊന്നും ഒന്നും കാണാനില്ല, നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്ന സ്ഥിതിക്ക് നമുക്ക് പോകണമല്ലോ, അവരുടെ അനുഭവം അല്ലല്ലോ നമ്മുടെ അനുഭവം. അപ്പോൾ നമ്മളത് അവിടെ പോയി നോക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. പോയി. ചെറിയൊരു കോട്ടയാണ്, പക്ഷെ നൈസ് വ്യൂ ആണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ നല്ല വ്യൂസാണ്. ഇത് ഈ കാണുന്നത് ഒന്ന് കണ്ടു നോക്കിയാൽ അതിമനോഹരമായിട്ടുള്ള കടലിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. നൈസല്ലേ. അതിനിടയിൽ കടലിൽ വേറൊരു സംഭവം ഉണ്ടായി. അത് തിമിംഗലമാണെന്ന് പറയുന്നുണ്ട്. ചെറിയൊരു വ്യൂ മാത്രമേ ഞങ്ങളും കണ്ടുള്ളൂ. ഇതിൻ്റെ മേലെ കയറിയിട്ട് ഈ കടലിലൊന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ല. അത് കണ്ട് അനുഭവിക്കുക തന്നെ വേണം. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി പോയതുകൊണ്ട് സൺസെറ്റൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഇത് പയ്യാമ്പലം ബീച്ചൊക്കെ ഇതിൻ്റെ ഒരു പരിസരം തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല കാറ്റും നല്ല ക്ലൈമറ്റും ആയിരുന്നു. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ മേൽഭാഗം. കോട്ടയും കടലും ചേർന്നിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഇതാണ്. വൈബ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ വന്നിരിക്കാം. ഒരു ടെൻഷനും ഇല്ലാതെ കൂളായി ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. ഇതെല്ലാം പണ്ട് യുദ്ധത്തിനായിട്ട് അവർ നിർമ്മിച്ച ഓരോ ഇതാണ്. ജയിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. ഈ കാണുന്നത് ഓരോ അറകളായിട്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാണുന്നതാണ്. ഇതിനകത്ത് മറ്റ് ചെറിയ ചെറിയ അറകളുണ്ട്. ഒന്നില്ലെങ്കിൽ ഒളിപ്പൂരിനായിട്ട് അവർ തയ്യാറാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ജയിൽ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് കരുതാം. ഇത് ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയുന്നില്ല, കാരണം അവിടെ വന്നതൊന്നും കണ്ണൂരുകാരല്ല എന്ന് എനിക്ക് തോന്നുന്നു. നൈസ് വ്യൂ അല്ലേ. ഇതിനകത്ത് നിന്ന് കുറേ കൊച്ചു കുട്ടികളൊക്കെ സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നുണ്ടായിരുന്നു. പൈൻ മരങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു പ്രത്യേക നല്ലൊരു ബംഗ്ലാവിൻ്റെ വ്യൂസൊക്കെ ഉള്ള പോലത്തെ ഒരു ഇതാണ് അവിടുത്തെ മെയിൻ കാണാനുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഈ സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും സംഭവങ്ങളെല്ലാവരും നോക്കി നിൽക്കുന്ന ഇതാണ് അതിൻ്റെ ലോങ് സൈറ്റ് വ്യൂ. നൈസ് വ്യൂ ആണ് കേട്ടോ. ഒരു നടപ്പാതയും 2 സൈഡും മരങ്ങളും. ഇത് അതിൻ്റെ സൈഡിലൂടെ കടലിലേക്ക് പോകുന്ന വഴിയാണ്.
നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതെല്ലാം എൻജോയ് ചെയ്യുക, അവിടുത്തെ എല്ലാം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് കവർ ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നൈസായിട്ട് ആൾക്കാർ ഒരു സുരക്ഷയില്ലാതെ കടലോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപകടം ഏത് വഴിയാണ് വരുന്നതെന്ന് പറയാം. ഇതാണ് കോട്ടയ്ക്ക് ആ ജയിലെന്ന് പറയല്ലേ, അതിനകത്തുള്ള ഒരു ചെറിയ തടവറ. പണ്ട് ഈ യുദ്ധം നടക്കുമ്പോൾ ഈ പിടിക്കുന്നവരൊക്കെ ഇതിനകത്താണ് തോന്നുന്നു ഇവർ ഇടാറ്. അപ്പോൾ ഗൈസ്, പ്ലേസെല്ലാം നൈസ് പ്ലേസാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അവിടെ ചേട്ടൻ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് സെൻറ്റ് ആഞ്ചലസ് കോട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണം. ഇനി എന്തൊക്കെ മെച്ചപ്പെടുത്താനുണ്ട് എന്നുള്ളതെല്ലാം. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോവുക. അടുത്തുള്ളവരൊക്കെ പലരും പോവാതെ മാറി ഇരിക്കുന്നുണ്ടാവും. നൈസ് വ്യൂ ആണ്. പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. എൻ്റെ ഉറപ്പിൽ നിങ്ങൾ സെൻറ്റ് ആഞ്ചലസ് കോട്ട കാണാൻ പോയിക്കോളൂ, ഒരു സംശയമില്ല. തൊട്ടടുത്ത് തന്നെ പയ്യാമ്പലം ബീച്ചുണ്ട്. പോകുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പോകട്ടോ. സെൻറ്റ് ആഞ്ചലസ് കോട്ട കഴിഞ്ഞ് പയ്യാമ്പലം ബീച്ച്, എന്നാലേ നിങ്ങൾക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും.